എടുക്കുക എടുക്കുന്നതിന്റെ ഇയാൾ എന്താ കണ്ടെന്ന് പറ. ശരി കണ്ടില്ല ശരി. നിങ്ങൾ ഇപ്പോ കണ്ടത് ഒരു സദാചാര പെങ്ങളുടെ വിലാപമാണ്. സദാചാര പെങ്ങൾ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. റോഡ് സൈഡില് ഒരു കാറ് പാർക്ക് ചെയ്ത് അവിടെ ഒരു സ്ത്രീയും പുരുഷനും വൃത്തികേട് ചെയ്തു എന്നാരോപിച്ച് ആ കുട്ടി ഉണ്ടാക്കുന്ന ബഹളങ്ങളുടെ ഒരു കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. അപ്പൊ സദാചാര പെങ്ങൾ എന്ന് തന്നെയാണല്ലോ പറയുന്നത്. സാധാരണ സദാചാര ആങ്ങളമാരാണ് ഇവിടെ എന്താ നടക്കുന്നത്, എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നത്. അപ്പൊ നമുക്ക് ഈ കാര്യവുമായിട്ട് ബേസ് ചെയ്ത് ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിലവിലുള്ള നിയമങ്ങൾ, നമുക്ക് ഏതൊക്കെ കാര്യങ്ങളിൽ എങ്ങനെയൊക്കെ പ്രതികരിക്കാം. മോറൽ പോലീസിംഗ് അല്ലെങ്കിൽ സദാചാര പോലീസിംഗ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ അനുവദനീയമാണോ? നിങ്ങൾ അതിന് ഇരയാകുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ രീതിയിലുള്ള നിയമസഹായം തേടാം. ഇനി നിങ്ങൾ തന്നെ പബ്ലിക്കലി ഒരാൾ സെക്ഷലി ഇൻവോൾവ് ആകുന്നത് കാണുകയാണെങ്കിൽ അതിനെതിരെ നിങ്ങൾക്ക് പരാതിപ്പെടാനായിട്ടുള്ള എന്തെങ്കിലും റൈറ്റ്സ് ഇന്ത്യയിൽ ഉണ്ടോ? അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി സംഭാവനകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പ്രേക്ഷകരായ നിങ്ങൾ അയക്കുന്ന സംഭാവനകൾ കൊണ്ടാണ്. നമ്മുടെ യൂട്യൂബ്, ഫേസ്ബുക്ക് പോലുള്ള മീഡിയയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന മോണിറ്റൈസേഷൻ വരുമാനം ഉണ്ടല്ലോ, അത് ഒരുപാട് പേര് നെഗറ്റീവ് റിപ്പോർട്ട് അടിച്ചടിച്ച് നമുക്കിപ്പോൾ പൈസ കിട്ടാത്ത ഒരവസ്ഥ ആയതുകൊണ്ടാണ് നിങ്ങളോട് നമ്മൾ ഈ സഹായം ചോദിക്കുന്നത്. കാരണം ഇത് തുടർന്ന് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങൾ നമുക്കുണ്ടല്ലോ, എല്ലാ മനുഷ്യനും അതുണ്ട്, ബേസിക്കലി ഉള്ള ആവശ്യങ്ങളടക്കം. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്നും സപ്പോർട്ട് ചെയ്യുക എന്ന് തന്നെ പറയാണ്. എല്ലാ വീഡിയോയിലും സംഭാവനയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് എന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. ഞാൻ പറയാതെ നിങ്ങൾ പറയില്ലല്ലോ, അപ്പൊ ഞാൻ തന്നെ പറഞ്ഞേക്കാം. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഈ പറയുന്ന വീഡിയോ നിങ്ങളിൽ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. രാവിലെ ഒരുപാട് വൈറൽ ആയ ഒരു വീഡിയോ ആണ്. അതിന്റെ മുഴുവനായിട്ടുള്ള ഒരു വേർഷൻ നിങ്ങൾ കണ്ടോളൂ. എടുക്കുക എടുക്കുന്നതിന്റെ ഇയാൾ എന്താ കണ്ടെന്ന് പറ. ശരി കണ്ടില്ല ശരി. ഞാനും എന്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് BP ലോ ആയിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി, ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ട് നിട്ടിരുന്ന ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കിടന്നപ്പോ ഈ വീട്ടിലുള്ളൊരു പെങ്കൊച്ച് അത് കണ്ടിട്ട് പറയുക ഞങ്ങൾ ഇവിടെ വേറെന്തോ കാർ ഒതുക്കിയിട്ട് വേറെന്തോ പരിപാടിയായിരുന്നു. ഇവള് ഭാര്യയും ഭർത്താവാണെന്നുള്ള അറിഞ്ഞിട്ടില്ല. ആരോ ആയിക്കോട്ടെ, മറ്റൊരാളുടെ സ്വകാര്യതയിൽ കയറി എത്തി നോക്കിയിട്ട് പറയുക, നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി, ഏതോ ഒരു പുള്ളിക്കാരനൊക്കെ ഇപ്പൊ വിളിച്ചു കൂട്ടിയിട്ട് പറയുക ഇതേപോലെ ഞങ്ങൾ ഈ കാറിനകത്ത് വേറെ പരിപാടിയായിരുന്നു. അത് പറയാൻ പുള്ളിക്കാരിക്ക് നാണമുണ്ട്, മാനമുണ്ട്. ബാക്കി ആർക്കും നാണോ മാനമൊന്നും ഇല്ലേ? പറയും ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളത് നിങ്ങൾ പറയും. അവള് കണ്ട കാര്യം പറഞ്ഞു എന്ത് ചെയ്യുന്നുള്ളത് പറയൂ നിങ്ങള്. ഇല്ലെങ്കിൽ സൗകര്യം ഇല്ല. എനിക്ക് എന്റെ അവകാശം, മര്യാദ ഒന്നുമല്ല, എന്റെ അവകാശം. എന്താ പറ? വീടിന്റെ വഴിയിൽ എന്തിനു വന്ന് കിടക്കുന്നു? ഇയാളുടെ വീടിന്റെ വഴിയാണോ ഇത്? ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് BP ലോ ആയിട്ട് വന്ന് കിടക്കുന്നു. ഇവിടെ വന്ന് കിടന്നപ്പോ ഇവര് വന്നിട്ട് നമ്മുടെ അടുത്ത് പറയാ വീടിന്റെ വാതൊക്കെ കിടന്നുകൊണ്ട് ഇവർ എന്താ കാണിക്കുന്നതെന്ന് ചോദിക്കുക. എന്താ ഇത്? എന്റെ റൈറ്റാ. എന്താ കാര്യം? അതെന്താ സംഭവം എന്നുള്ള എടുക്ക എവിടെ വരെ പോകുന്നുള്ളത് നോക്കാം. പേഴ്സണലായിട്ട് കാര്യമല്ല. ഇയാളടുത്ത് പേഴ്സണൽ സംസാരിക്കാൻ എനിക്കൊന്നുമില്ല. പേഴ്സണലോ? എന്ത് പേഴ്സണൽ? ഞാൻ ഇയാൾ തമ്മിൽ എന്ത് പേഴ്സണലാ ഉള്ളത്? ഞങ്ങള് പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഈ കാറിനകത്താ. അത് വന്ന് ഒളിഞ്ഞു നോക്കിയത് ഇയാളാ. വന്ന വഴി കണ്ടെങ്കിൽ ഇയാൾക്ക് എന്താ കണ്ടേ? ഇയാൾ എന്താ കണ്ടെന്ന് പറ. ശരി കണ്ടില്ല ശരി. ഞാൻ പറയുന്നത് കണ്ടു. എനിക്ക് എന്നെ കണ്ടില്ല, ഈ സീറ്റിൽ ചേച്ചിയെ കണ്ടു. എന്തായിരുന്നു ഇവിടെ സംഭവം? പറയും. ഇയാള് പറയുന്നില്ല എന്താ സംഭവം എന്നുള്ളത്. പൊതുസ്ഥലത്ത് വെച്ചിട്ട് കാണിക്കാൻ കൊള്ളാത്തതോ? എന്ത് കഷ്ടം. എന്തിനങ്ങോട്ട് മാറണം? നിങ്ങൾ രണ്ടുപേരുടെ അങ്ങോട്ട് നോക്കി തുറച്ചു നോക്കുന്നു. ഇത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. നിങ്ങളെപ്പോ അത് തന്നെ. പിന്നെ ഞങ്ങൾ എന്തിനു പേടിച്ച് വണ്ടി മാറ്റിയിടണം? നിങ്ങൾ പറയാത്ത ഒരു പോയിന്റും ഇല്ല. നിങ്ങൾ അല്ലെങ്കിൽ തെളിച്ചു പറയണം എന്ത് മോശമായ പ്രവൃത്തി ഇതിൽ കണ്ടു. എടുക്കുക എടുക്കുന്നതിന്റെ തരിപ്പ് തന്നെ. ഇപ്പൊ സമയം വരെ നോക്കിയോ? സമയം എന്തായാലും വേറെ എഴുതാൻ പറ്റത്തില്ലല്ലോ. ഇവരിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെടാൻ എടുക്കാൻ ഒരു കാര്യമില്ല. കണ്ടേ വണ്ടി റോഡിലാണ് നടക്കുന്നത്. ബാക്കി റോഡ് സൈഡിലും അവരുടെ വീട്ടിലോട്ട് ചേർത്തോ അല്ലെങ്കിൽ വഴിയിലോട്ട് കയറ്റിയോ ഒന്നും അല്ല ഇട്ടേക്കുന്നത്. റെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ വഴി തന്നെ റെസ്റ്റ് എടുക്കണം. തലവേദന എടുത്തോണ്ട് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. വന്ന് ചോദിച്ചില്ല എന്തേ വണ്ടി ഇവിടെ ഇടുന്നത്, മാനയോട് ചോദിക്കാം. കാര്യം ഞങ്ങൾ പറഞ്ഞേനെ. അതായത് അവർ ചോദിച്ചിട്ടില്ല. അവരെല്ലാം റൂഡായിട്ട് തന്നെ സംസാരിച്ചത്. ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. കേട്ടല്ലോ. വണ്ടി വിട്ടേക്കും. ഇല്ല വണ്ടി വിട്ടേക്കും. അവള് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിക്കട്ടെ, അടുത്ത ആളെ വിളിക്കട്ടെ. പെങ്കൊച്ച് വന്ന് നമ്മുടെ അടുത്ത് മാപ്പ് പറയാത്ത പക്ഷം വണ്ടി വിട്ടേക്കും. എല്ലാം എന്ത് കണ്ടു കഴിഞ്ഞാലും മറ്റേ കണ്ടില്ല എല്ലാരും കാണത്തുള്ളൂ. ഇവർ ഈ നമ്പരൊക്കെ വീഡിയോ എടുത്ത് വെച്ച് വീട്ടിലായാലും അല്ലെങ്കിൽ നാട്ടിലായാലും അല്ലെങ്കിൽ എന്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ എന്റെ ആൾക്കാരോ ഒക്കെ ഇത് കേട്ട് കഴിഞ്ഞാൽ വേറെ എന്താ വിചാരിക്കും? എന്നെ അറിയാവുന്നവർ കേട്ട് കഴിഞ്ഞാൽ എന്താ വിചാരിക്കും? ഞാൻ ഇവിടെ ഈ കാറും കൊണ്ടിട്ടിട്ട് വേറെ പരിപാടിയാന്നുള്ളത് വിചാരിക്കും. സംഭവം ഇതാണ്. ഈ കാറിൽ വന്നുകൊണ്ടിരുന്ന വ്യക്തികൾ അവര് ഭാര്യയും ഭർത്താവുമാണ്. അവര് ഹോസ്പിറ്റലിൽ പോയതാണ്. ഹോസ്പിറ്റലിൽ പോയിട്ട് ഭർത്താവാണ് ഡ്രൈവ് ചെയ്തത് വണ്ടി.
അയാൾക്ക് വയ്യാത്തൊരവസ്ഥ ആയതുകൊണ്ട് അയാൾക്ക് ബി പി ലോ ആയപ്പോൾ അയാൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റാതെയായി റോഡ് സൈഡിൽ വണ്ടി ഒതുക്കി ബാക്കിലേക്ക് കയറി അയാൾ ഭാര്യയുടെ മടിയിൽ കിടന്നു. ഇത്രയുമാണ് സംഭവിച്ചത്. ഇത്രയും കേട്ടതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വാഭാവികത തോന്നുന്നുണ്ടോ? അല്ല, ഒരു ബി പി കുറഞ്ഞ ഒരു മനുഷ്യൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോയി ഏതെങ്കിലും മരത്തിലോ പോസ്റ്റിലോ ഇടിച്ച് കയറ്റണം എന്നാണോ നിങ്ങളുടെ നയം? അല്ലല്ലോ. ശരി, രണ്ടാമത്തെ കാര്യം, ഇയാള് ബാക്കിലേക്ക് വന്ന് കയറുന്നതും മടിയിൽ കിടക്കുന്നതും കണ്ടു എന്നാരോപിച്ച് അത് വേറൊരു തരത്തിലുള്ള ഡപ്പാണ് എന്നും ആരോപിച്ച് രംഗത്ത് വന്നിട്ടാണ് ഈ പെൺകുട്ടിയുടെ ഈ കാണുന്ന മൊത്തം ആക്രോശവും കാര്യങ്ങളും. അപ്പുറത്ത് നിൽക്കുന്ന ഒരു ചേച്ചിനെയും കൂട്ടത്തിൽ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഞാൻ കണ്ടത് ഭയങ്കര വൃത്തികേടാണ്, ആ വൃത്തികേട് എനിക്ക് പുറത്തു പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഭയങ്കരമായിട്ട് ഈ ബഹളം വയ്ക്കുന്നത്. എന്തിനാണ് ഷൂട്ട് ചെയ്യുന്നത് എന്നും കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ശരിക്കും ഈ പെൺകുട്ടി ചെയ്തത് തെറ്റാണോ ശരിയാണോ? ഒരുപാട് പേര് പറയുന്നുണ്ട്, നമ്മളെ വീട്ടിലൊക്കെ ഇങ്ങനെ വീടിന്റെ മുറ്റത്തൊക്കെ ആൾക്കാർ വന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്താൽ നമ്മൾ ചോദിക്കണ്ടേ? ഇപ്പോഴത്തെ കുട്ടികൾ കഞ്ചാവാണ്, ഇപ്പോഴത്തെ കുട്ടികൾ തോന്നുന്ന രീതിയിൽ നടക്കുന്നവരാണ്, ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ സെക്സ് ചെയ്ത് ഓരോ കുഴപ്പത്തിൽ പോയി പെടുന്നതാണ്. അപ്പൊ നമ്മൾ ചോദിക്കണ്ടേ? നിങ്ങൾ ചോദിക്കണ്ടെന്നാണ് ഇന്ത്യൻ നിയമം പറയുന്നത്. നിങ്ങൾക്ക് അതിൽ ചോദിക്കാൻ യാതൊരു വിധത്തിലുള്ള റൈറ്റ്സും ഇല്ല. ഇന്ത്യയിൽ 18 വയസ്സ് തികഞ്ഞ ഒരു ആണിനും പെണ്ണിനും സെക്സ് ചെയ്യാം. അവര് രണ്ടുപേരുടെ സമ്മതം മാത്രം മതി. അല്ലാതെ അവരുടെ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ അവരുടെ ഗാർഡിയൻസിന്റെയോ പോലും സമ്മതം അതിൽ വേണ്ട. എന്തുകൊണ്ടാ? അവര് രണ്ടുപേരും പ്രായപൂർത്തിയായവരാണ്, മേജറാണ്. ഇതാണ് ഇന്ത്യയിലെ നിയമം. നിങ്ങൾ സാമൂഹികമായിട്ട് നോക്കുമ്പോൾ ഞങ്ങൾ അറിയണ്ടേ എന്ന് ചോദിച്ചേക്കാം. വൃത്തികേടാ. കണ്ടവര് സെക്സ് ചെയ്യുന്നത് നിങ്ങൾ അറിയണ്ട, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി. അപ്പൊ ആ വൃത്തികേടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. രണ്ടാമതൊരു വിഷയം എന്ന് വെച്ചാൽ, പബ്ലിക്കലി ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഇടപെട്ടുകൂടെ? ഇപ്പൊ ഞാൻ പറയുന്നല്ലോ, ആണും പെണ്ണും സെക്ഷലി ഇൻവോൾവ് ആയാൽ അത് മറ്റുള്ളവർ അറിയണ്ട. പക്ഷെ അത് രഹസ്യമായിട്ടല്ലേ വേണ്ടത്? പരസ്യമായി ചെയ്താൽ നമ്മൾ ചോദിക്കണ്ടേ? നമ്മുടെ നാട്ടിൽ പരസ്യമായിട്ട് ഇത് അനുവദനീയമല്ലല്ലോ. സത്യമാണ്, പരസ്യമായി സെക്ഷൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആകാൻ ഇന്ത്യയിൽ നിയമമില്ല. അതായത് ഒരു ബസ്സിലോ പബ്ലിക് പാർക്കിലോ അല്ലെങ്കിൽ നടു റോഡിലോ ഒക്കെ ചുംബിക്കുന്നത് കണ്ടാൽ പോലും അത് പരാതിപ്പെടാം. അതായത് പബ്ലിക് ഇൻഡീസൻസി. യൂറോപ്പിലൊക്കെ അനുവദനീയമായിരിക്കും, ഇന്ത്യയിൽ അനുവദനീയമല്ല. പബ്ലിക് ഇൻഡീസൻസി ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പരാതിപ്പെടാം. എന്താണ്? പരാതിപ്പെടാം. അല്ലാതെ അങ്ങോട്ട് ചെന്ന് അവരെ അടിക്കാനോ അവരോട് ചോദിക്കാനോ നിങ്ങൾക്ക് റൈറ്റ്സ് ഇല്ല. നിങ്ങൾക്ക് പരാതിപ്പെടാം, നിങ്ങൾക്ക് പോലീസിനെ വിളിക്കാം. ഇവിടെ നിന്ന് നിങ്ങൾക്ക് 100 വിളിക്കാനോ 111 വിളിക്കാനോ ഒന്നും നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. നിങ്ങൾ എല്ലാവരുടെയും കയ്യിൽ ഫോണുണ്ട്, അത് ചെയ്യാം. ഇനി കാർ എന്ന് പറയുന്നത് ഒരാളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ആണോ അല്ലെങ്കിൽ പബ്ലിക് ആണോ? നിയമപരമായി നോക്കുകയാണെങ്കിൽ കാർ ഒരാളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. കാർ എന്ന് പറയുന്നത് കാറിനെ ഭയങ്കര അടിപൊളിയായിട്ട് കൊണ്ടു നടക്കുന്ന മനുഷ്യരോട് ചോദിച്ചാൽ അവർ പറയും ഇതെന്റെ സെക്കൻഡ് ഹോം ആണെന്ന് പറയും. കാറിനകത്ത് ആൾക്കാർ കിടന്നുറങ്ങാറുണ്ട്, കാറിനകത്ത് ഇരുന്ന ആൾക്കാർ ഡ്രസ്സ് മാറാറുണ്ട്. കാറിനകത്ത് ഒരാളുടെ വീട് പോലെ എന്തും ചെയ്യാനുള്ള അവകാശം ഒരു പ്രൈവറ്റ് അല്ലെങ്കിൽ ടാക്സി കാറിനകത്ത് ആൾക്കാർ അല്ലെങ്കിൽ നിയമം കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അയാൾ ടാക്സ് അടച്ച് അയാൾ പൈസ മുടക്കി കൊണ്ടു നടക്കുന്ന വാഹനമാണ് അയാളുടേത്. അപ്പൊ അത് പ്രൈവറ്റ് ആണ്. അതിന്റെ ഉള്ളിൽ വന്ന് എന്താണ് നടക്കുന്നത് എന്ന് ഒളിഞ്ഞു നോക്കി ചോദ്യം ചെയ്യാൻ ഇന്ത്യയിലെ നിയമം നിങ്ങളെ അനുവദിക്കുന്നില്ല. അപ്പോൾ പോലും ഇത് ഡിപ്പെൻസ് ആണ്. അതായത് എനിക്കൊരു കാറുണ്ട്, അതെന്റെ പ്രൈവറ്റ് ഏരിയ ആണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഹൈവേയിലോ അല്ലെങ്കിൽ നടു റോഡിലോ ഇനി പാർക്കിന്റെ അവിടെ അല്ലെങ്കിൽ ആളുകൾ നടമാടുന്ന സ്ഥലത്ത് വന്നു നിന്ന് കാറിനകത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്താൽ അത് ട്രാൻസ്പെറന്റ് ആയിട്ട്, അതായത് കാറിന്റെ ചില്ല് നിങ്ങൾക്ക് അറിയാമല്ലോ, പുറത്തുനിന്ന് കാണുന്ന രീതിയിലാണെങ്കിൽ അപ്പോഴും ഇത് പബ്ലിക് ഇൻഡീസൻസിയിൽ പെടും. നിങ്ങൾക്ക് പരാതിപ്പെടാം. എന്ത് ചെയ്യാം? നിങ്ങൾക്ക് പരാതിപ്പെടാം. അല്ലാതെ അങ്ങോട്ട് ചെന്ന് കാറിനകത്ത് എന്താ നടക്കുന്നത്, ഇടപെടാ മറ്റതാ മറിച്ചതാന്നും പറഞ്ഞ് അവരെ ഇടിക്കാനും പിടിക്കാനും ഉള്ള യാതൊരു അവകാശവും നിങ്ങൾക്കില്ല. അപ്പം നിയമം ഇതാണ്. നിങ്ങൾ കാണുകയാണ് ഒരു അൺയൂഷ്വൽ ആക്ടിവിറ്റി. അതിപ്പോ പ്രായമുള്ളവരായിക്കോട്ടെ അല്ലെങ്കിൽ ചെറുപ്പക്കാരായിക്കോട്ടെ, നിങ്ങൾക്ക് തോന്നുകയാണ് കഞ്ചാവ് വലിക്കുകയാണ് അല്ലെങ്കിൽ മയക്കുമരുന്ന് എടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് എന്തോ വൃത്തികേട് കാണിക്കുകയാണ് അല്ലെങ്കിൽ പെൺകുട്ടിക്ക് പ്രായമായിട്ടില്ല, ഈ തോന്നലുകളെല്ലാം നിങ്ങൾക്ക് തോന്നാം. അതിനെതിരെ പ്രതികരിക്കാനുള്ള പൗരപരമായിട്ടുള്ള അവകാശവും ഉത്തരവാദിത്വവും നിങ്ങൾക്കുണ്ട്. പക്ഷെ എങ്ങനെ പ്രതികരിക്കണം? പോലീസിനെ വിളിച്ചു പറയുക എന്നല്ലാതെ വേറെ ഒരു രീതിയിലും പ്രതികരിക്കാൻ നിങ്ങളെ നിയമം അനുവദിക്കുന്നില്ല. ഈ കേസിൽ നോക്കുകയാണെങ്കിൽ ആ കാറ് കിടക്കുന്നത് റോഡിലാണ്. ആ പെൺകുട്ടി പറയാണ് ഒരു പെൺകുട്ടിയുടെ വീടിന്റെ മുറ്റത്ത്. ഒരു വീട്ടിലെ പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്നൊന്നും നമുക്കറിയാൻ പാടില്ല. നമ്മൾ കാർ ഓടിച്ചു പോകുന്ന സമയത്ത് എഴുതി വെച്ചിട്ടൊന്നുമില്ല ഈ വീട്ടിൽ പെൺകുട്ടിയുണ്ട്, ഇതിന്റെ മുമ്പിൽ കാർ കൊണ്ടിടുന്നത്. ഇപ്പൊ നമുക്ക് ആ വീഡിയോയിൽ നോക്കിയാൽ തന്നെ അറിയാം വീട് എവിടെയാണ്, കാർ എവിടെയാണെന്നുള്ളത്. അനാവശ്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഇത്തരക്കാരെ നിയമം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? മോറൽ പോലീസിംഗ് അല്ലെങ്കിൽ സദാചാര പോലീസിംഗ് അതൊരാണ് ചെയ്താലും പെണ്ണ് ചെയ്താലും ഒറ്റ രീതിയിലാണ് ഇന്ത്യയിലെ നിയമം അതിനെ കൈകാര്യം ചെയ്യുന്നത്. അത് ഒരു ക്രിമിനൽ കുറ്റമാണ്. ക്രിമിനൽ കുറ്റം എന്ന് പറയുമ്പോഴത്തേക്ക് ഏതൊക്കെ നിയമങ്ങളാണ് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ഇത് ശിക്ഷിക്കപ്പെടുക എന്ന് നോക്കിയാൽ വേരിയസ് ആയിട്ടുള്ള, അതായത് ഏതൊക്കെ കാര്യങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത്. ഇവിടെ മൗലിക അവകാശങ്ങളിൽ പെടുന്ന ഒരു സംഗതിയാണ് ഒരു മനുഷ്യന് സഞ്ചാര സ്വാതന്ത്ര്യം, ഒരു മനുഷ്യന് ജീവിക്കാനുള്ള അവകാശം, ഒരു മനുഷ്യന് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാനുള്ള അവകാശം, ഇഷ്ടമുള്ള പോലെ ജീവിക്കാനുള്ള അവകാശം. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ലംഘനമായിട്ടാണ് സുപ്രീം കോടതിയും ഹൈക്കോടതിയും അടക്കം മോറൽ പോലീസിങ്ങിനെ കാണുന്നത് എന്നത് മനസ്സിലാക്കുക. അതായത് നിങ്ങൾ അവരോട് പോയി ചോദ്യം ചെയ്ത് അവർക്ക് മാനസികമായി വിഷമം ഉണ്ടായാൽ, ഹരാസ് ചെയ്യപ്പെട്ടാൽ നിങ്ങളകത്താ, നിങ്ങൾ അവരെ കൈവച്ചാൽ നിങ്ങളകത്താ, നിങ്ങൾക്ക് അതിനൊന്നുമുള്ള അവകാശമില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, എങ്ങനെ ഇതിനെതിരെ പ്രതികരിക്കണം. നിങ്ങളുടെ കൺമുമ്പിൽ ഒരു കാര്യം കണ്ടാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ഇതുപോലെ യാത്ര ചെയ്യാനായിട്ടുള്ള അവകാശമില്ല എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് രാജ്യം പോകുന്നത്, എങ്ങോട്ടാണ് നാട് പോകുന്നത്, ഈ ആൾക്കാരുടെ മെന്റാലിറ്റി എങ്ങോട്ടാണ് പോകുന്നത്? ഈ പ്രായത്തിൽ ഈ കുട്ടിയുടെ തിളപ്പം നോക്കുക. സത്യത്തിൽ
എന്തിനാണ് ഇത്രയും ബഹളം വയ്ക്കുന്നത്? എന്തിനാണ് ഇത്രയും ഇതാണ്? എന്താ ഒരാളും തമ്മിൽ എന്തെങ്കിലും ചെയ്തു എന്ന് കരുതി നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങളുടെ വീടിനകത്ത് വന്നോ? നിങ്ങളുടെ വീടിന്റെ അകത്ത് വന്നോ? നിങ്ങളെ എന്തെങ്കിലും ഈ പെൺകുട്ടീനെ എന്തെങ്കിലും ചെയ്തോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് ഇങ്ങനെ പ്രതികരിക്കുന്നത്? അയാൾ വീഡിയോ എടുക്കുമ്പോൾ വീഡിയോ എടുക്കണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ പറയുകയാണ്, നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഇതുപോലുള്ള മോറൽ പോലീസിംഗിന് വിധേയരായാൽ ദയവ് ചെയ്ത് വീഡിയോ എടുക്കാം. നിങ്ങൾക്ക് വീഡിയോ എടുക്കാനായിട്ട് നിയമപരമായിട്ട് യാതൊരു തടസ്സമില്ല. നിങ്ങളൊരു കാറും കൊണ്ട് നടക്കുന്ന വ്യക്തിയാണെങ്കിൽ കാറിന് വേണ്ടി നിങ്ങൾ എത്രയൊക്കെ പൈസയൊക്കെ ചെലവാക്കുന്ന വ്യക്തിയാ, ഒരു 6 രൂപ 7 രൂപ 6000 7000 രൂപ കൊടുത്താൽ ഡാഷ് ക്യാം കിട്ടും. വാങ്ങി വെക്കുക. വളരെ അത്യാവശ്യമാണ് ഈ നാട്ടിൽ. കാരണം നിങ്ങൾക്ക് എപ്പോഴും തെളിവ് വേണം. നിങ്ങൾ ഒരാണായിരിക്കാം, ഓപ്പോസിറ്റ് നിന്ന് സംസാരിക്കുന്നത് ഇതേപോലെ ഒരു പെൺകുട്ടിയായിരിക്കാം. നിങ്ങൾ വീഡിയോ എടുത്തില്ലെങ്കിൽ നാളെ അവൾ കൊണ്ടുപോയി കേസ് എടുക്കാൻ പോകുന്നത് അവളെ കയറി പിടിച്ചു എന്ന് പറഞ്ഞിട്ടായിരിക്കും. പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? നാടങ്ങനെയാണ്. അപ്പൊ നമ്മളുടെ ഭാഗം ക്ലിയർ ആണെങ്കിൽ അതിന് നമ്മളുടെ അടുത്ത് എവിഡൻസ് വേണം. കാരണം കേരള പോലീസ് എന്താ ചോദിക്കുക? വീഡിയോ ഉണ്ടോ, തെളിവുണ്ടോ? ഇതൊന്നും അവർക്ക് പോയി പൊക്കാൻ കഴിയില്ല. ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം CCTVകൾ, ഗവൺമെന്റിന്റെ പേരിലിരിക്കുന്ന CCTVകൾ ഒന്നും തന്നെ വർക്ക് ചെയ്യില്ല. നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ നമ്മൾ പോയിട്ട് എവിടാന്നറിയാമോ? ഏതെങ്കിലും വീട് അല്ലെന്നുണ്ടെങ്കിൽ കടകളിൽ വെച്ചിട്ടുണ്ടാവും. അതാണ് നോക്കേണ്ട അവസ്ഥയാണ് നമ്മുടെ. അപ്പൊ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി ഇതെല്ലാം ഷൂട്ട് ചെയ്യാം. കാരണം നമ്മളുടെ ഭാഗം കോടതിയിൽ തെളിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ആ എവിഡൻസ് വേണം. ഇതേപോലെ പ്രതികരിക്കുന്ന ആൾക്കാരെ ഒരു രീതിയിലും വിട്ടുകളയാൻ പാടില്ല. ഞാൻ പറയുന്നത് ഇപ്പൊ ഇതിൽ ഇരയായിരിക്കുന്ന ഈ വ്യക്തി ഈ വീഡിയോ കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ പെൺകുട്ടിക്കെതിരെ മോറൽ പോലീസിംഗിന് FIR രജിസ്റ്റർ ചെയ്യാം. ആ കൂടെ നിൽക്കുന്ന ആ പെൺകുട്ടിയും കൂടി ചേർത്ത് നിങ്ങളുടെ കയ്യിൽ എവിഡൻസ് ഉണ്ട്. റോഡ് സൈഡ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെയും പ്രോപ്പർട്ടി അല്ല. റോഡ് എന്ന് പറയുന്നത് പബ്ലിക് പ്രോപ്പർട്ടിയാണ്. എനിക്കൊരു വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടി എനിക്ക് റോഡിൽ നിർത്തിയിടാം. എന്റെ വണ്ടിയിൽ എനിക്ക് കിടക്കാം. ആരാ ചോദിക്കാൻ? അതായത് സുപ്രീം കോടതിയുടെ ഒരു വിധിയിൽ പറയുന്നത് സമൂഹത്തിന്റെ തോന്നലിനനുസരിച്ച് ജീവിക്കണമെന്ന് ഒരു മനുഷ്യനോട് പറയാൻ പാടില്ലെന്നാ. നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലായോ? അതായത് നമുക്കൊരു സംസ്കാരം ഉണ്ട്. ഇന്ന ഉടുപ്പേ ഇടാവുള്ളൂ, ഇന്ന പോലെ നടക്കാവുള്ളൂ, ഇന്ന പോലെ ജീവിക്കാവുള്ളൂ. ഒരാളോടും പറയാൻ പാടില്ല. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്റെ ചെലവിൽ ജീവിക്കുന്ന ഞാനാണെങ്കിൽ എനിക്ക് എന്റെ ഇഷ്ടത്തിന് ജീവിക്കാം. നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാത്തടത്തോളം, നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്ന് നിങ്ങളുടെ ജീവിതത്തിന് മുന്നോട്ട് ജീവിക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യത്തിനോ അല്ലെങ്കിൽ അവകാശത്തിനോ തടയിടാത്തടത്തോളം നിങ്ങൾക്ക് അതിൽ കാര്യമില്ല. സത്യം പറഞ്ഞാൽ എന്റെ പേഴ്സണൽ ആയിട്ടൊരു വിഷൻ പറയുവാണെങ്കിൽ നമ്മുടെ ആളുകൾ സ്വന്തം കാര്യം നോക്കാൻ പഠിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒരു രീതിയിലും മോറൽ പോലീസിംഗ് ഇവിടെ അനുവദിക്കരുതെന്ന് പറയുന്നതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. നാളെ ഒരു അമ്മയ്ക്ക് മോന് ഇവിടെ നടക്കാൻ പറ്റുമോ? നാളെ ഒരു ആണിനും നടക്കാൻ പറ്റുമോ? തോളെ കൈയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഗേ ആണെന്ന് പറയുമല്ലോ. അതിന്റെ മലയാളം വാക്ക് ഞാൻ പറയുന്നില്ല. ഒരു പെണ്ണും നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ലെസ്ബിയൻ ആണെന്ന് പറയുമല്ലോ. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? എന്ത് തന്നെ ആയാലും രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കാര്യങ്ങളുടെ ഉള്ളിൽ കയറുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് അനുവദനീയമല്ല. നിങ്ങളുടെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ മൂക്കിൻ തുമ്പ് വരെ ഉള്ളൂ എന്ന് നമ്മൾ പറയുന്നതിന്റെ അർത്ഥം എന്താ? അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾക്ക് പരാതി ഉണ്ടോ? പോലീസിനെ വിളിക്കുക. പോലീസ് ഇവിടെ ഒന്നും വരെയൊന്നുമില്ല. കേരള പോലീസിന്റെ ഒക്കെ നമുക്കറിയാവില്ല. എന്നാ പിന്നെ നിങ്ങൾ അടിച്ചു തീർക്കോ? നിങ്ങൾ ചോദിക്കോ? അപ്പൊ പോലീസ് വരും, നിങ്ങൾ കോടതിയിൽ എത്തും, നിങ്ങൾ ജയിലിൽ പോവും. കുഴപ്പമില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്ന വ്യക്തികളൊന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് ഇതിലൊന്നും ഇടപെടേണ്ട ഒരു ആവശ്യമില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി ഇടപെട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കി ജീവിതം തീർന്നുപോയ വ്യക്തികളുണ്ട്. നോർത്ത് പാലത്തിന്റെ കീഴില് രണ്ടുപേരും തമ്മിൽ അടിക്കുമായിരുന്നു. ഒരു 4 മാസം മുമ്പുള്ള കാര്യം. അതേ ബൈക്കിന് പോയൊരു വ്യക്തി പിടിച്ചു മാറ്റാൻ ചെന്നു. ഈ അടിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾ തമ്മിൽ കത്തിയെടുത്ത് പിടിച്ചു മാറ്റാൻ ചെന്നവനെ കുത്തിക്കൊന്നു. എല്ലാ കാര്യം ഉണ്ടായിരുന്നോ? ഞാൻ ചോദിക്കാം, വല്ല കാര്യം ഉണ്ടായിരുന്നോ? അവന്റെ പണിക്ക് അങ്ങോട്ട് പോകാൻ പാടില്ലായിരുന്നോ? 100 വിളിച്ചിട്ട് ഇവിടെ അടി നടക്കുന്നു എന്ന് പോലീസിനോട് പറഞ്ഞാൽ പോരായിരുന്നോ? അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ പോയി ഇടപെടാതിരിക്കുക. ഞാൻ പ്രായമായ വ്യക്തികളോടും കൂടി പ്രത്യേകിച്ച് പറയാം. കാരണം ഒരുപാട് അപ്പൂമാരും അമ്മൂമാരും ഒക്കെ ഇങ്ങനെ ഈ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ റോഡിൽ നിന്ന് വൃത്തികേട് കാണിക്കുന്നു എന്ന് വിചാരിച്ചോട്ട് പോയി ചെന്ന് ചോദിക്കുന്ന ഒരു പരിപാടി പണ്ടുകൊണ്ടായിരുന്നു, ഇപ്പോഴുണ്ട്. ചെയ്യരുത്. കാരണം ഒന്ന് ഇതേപോലത്തെ ജെനുവിൻ കേസുകളായിരിക്കും. രണ്ടാമത് കുറെ മദ്യപിച്ചും അല്ലെങ്കിൽ മയക്കുമരുന്നിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ കയ്യിൽ പലതരത്തിലുള്ള ആയുധങ്ങളും കാര്യങ്ങളും ഉണ്ട്. അവരുടെ ഒരു ഫ്രസ്ട്രേഷനെ തീർക്കാനുള്ളതാണോ നിങ്ങളുടെ ജീവിതം? അത്രേ ഉള്ളൂ നിങ്ങൾ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. പരാതി ഉണ്ടെങ്കിൽ 100 വിളിക്കുക, പോലീസിനെ വിളിച്ച് അത് പറയാം. അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും നിങ്ങൾക്ക് ചെയ്യാം. ഞങ്ങളുടെ നാട്ടിൽ ഇത് അനുവദിക്കില്ല, നിങ്ങളുടെ വീട്ടിൽ അനുവദിക്കാതിരിക്കാം. നാട് നിങ്ങളുടെ പബ്ലിക് പ്രോപ്പർട്ടി അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിയമം നിങ്ങൾ മനസ്സിലാക്കുക. വേരിയസ് ആയിട്ടുള്ള പല കാര്യങ്ങൾ ഇതിനകത്ത് വരും. ഒരു മോറൽ പോലീസിംഗിൽ ഒരാൾ എങ്ങനെയൊക്കെ ഇടപെട്ടു എന്നതനുസരിച്ചിരിക്കും. നിങ്ങൾ ഈ സദാചാര പോലീസിംഗിൽ കേസുമായിട്ട് നടക്കുന്ന ആൾക്കാരെ നിങ്ങളൊന്ന് നോക്കിക്കോ. ഇന്ത്യയിൽ ഇപ്പൊ ആൾക്കാർ പറയാറുണ്ട്, നമ്മൾ എന്തെങ്കിലും കേസ് കൊടുത്താൽ അത് തീരുമാനമാകാറില്ലല്ലോ, പിന്നെ കേസ് കൊടുത്തിട്ട് എന്താ കാര്യം? ഇന്ത്യയിൽ ഉള്ള ഏറ്റവും വലിയ ശിക്ഷ എന്താണെന്ന് അറിയാമോ? ഇപ്പൊ നിങ്ങൾ മോറൽ പോലീസിംഗിന് എന്നെ മോറൽ പോലീസിംഗ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കേസ് കൊടുത്തു, നിങ്ങൾ പ്രതിയായി. നിങ്ങളൊരു 20 വർഷം മിനിമം കോടതി കയറി ഇറങ്ങി നടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നടപ്പ് തന്നെ. കയറുന്നവരോട് ചോദിച്ചാൽ മതി. ഒരു ദിവസം ഫുള്ള് പോക്കാം. നിങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അയ്യോ ഉച്ച കഴിഞ്ഞ് ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് വരാം, 12 മണിക്ക് എന്റെ കേസ് വിളിക്കോളൂ, അങ്ങനെയൊന്നുമില്ല. ഇന്നാണ് കേസെങ്കിൽ അവിടെ നിൽക്കുക. എപ്പോഴാ വിളിക്കണമെന്ന് വെച്ചാൽ അപ്പൊ ചെന്നോളണം. പോയില്ലെങ്കിൽ കഴിഞ്ഞു, അബ്സെന്റ് ആയാൽ കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുക എന്നുള്ളതാണ് ഇവിടത്തെ ഏറ്റവും വലിയ ശിക്ഷ. ഏത് കാര്യത്തിൽ നിങ്ങൾ പ്രതിയാക്കപ്പെട്ടാലും നിങ്ങളുടെ ലൈഫിന്റെ 20 വർഷം 15 വർഷം പോലീസ് കോടതി എന്നും പറഞ്ഞ് തീരും. നിങ്ങൾക്ക് വല്ല കാര്യമുണ്ടോ? റോഡ് സൈഡിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് എന്താ? നിങ്ങൾക്ക് അതിനകത്ത് ഇടപെടേണ്ട ആവശ്യമില്ല. അതേസമയം പോലീസിനെ വിളിച്ച് നിങ്ങൾ അണ്ണോണായിട്ട് പറയാം, നിങ്ങളാണ് വിളിച്ച് പറഞ്ഞതെന്നൊന്നും പറയണ്ടെന്നേ.
ഇന്ന സ്ഥലത്ത് നിന്നാ വിളിക്കുന്ന ഇന്ന പോലെ ഒരു സംഭവം ഉണ്ട്, ഇത്രയും റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള നിങ്ങളുടെ വേറെ പോർട്സ് വെളിപ്പെടുത്തേണ്ട കാര്യമില്ല. നിങ്ങൾ അതിന്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ കോടതി കയറി ഇറങ്ങി നടക്കണ്ട. നിങ്ങൾ എന്താ പറയാ വള്ളി പിടിക്കണ്ട. അപ്പൊ ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക, അത് കൃത്യമായി ചെയ്യുക എന്ന് പറയുന്നത് ഒരു നല്ല പൗരനായിരിക്കേണ്ടത് എങ്ങനെയാണ് എന്നതിന്റെ ഒരു വലിയ മാതൃകയാണ്. നമ്മൾ എപ്പോഴും അനീതിക്കെതിരെ പ്രതികരിക്കണം, പക്ഷെ ഇങ്ങനെ പ്രതികരിക്കാൻ പാടുള്ളൂ. നമ്മൾ ചോദിക്കാൻ പാടില്ല. കൈവയ്ക്കാൻ പോലീസിന് പോലും അധികാരമില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടില്ലേ, പോലീസ് പോലും തല്ലിയാൽ കേസാണ്. അപ്പൊ പിന്നെ നിങ്ങൾ തല്ലി അവിടെ നിൽക്കുവന്നേ. അപ്പൊ ഇതൊന്ന് ചിന്തിക്കുക, മോറൽ പോലീസിംഗ് വിട്ടുകളയാതിരിക്കുക. നിങ്ങൾ എവിടെയെങ്കിലും ചെല്ലുന്ന സമയത്ത് ഇതേപോലെ എന്താ ഏതാന്നൊക്കെ ചോദിച്ചാൽ ആരെങ്കിലും വന്നാൽ വീഡിയോ എടുക്കുക, പിറ്റേ ദിവസം തന്നെ അവർക്കെതിരെ കേസ് ചാർജ് ചെയ്യുക, കയറി ഇറങ്ങി നടക്കട്ടെ 20 വർഷം. സ്വന്തം കാര്യം നോക്കാത്തവനൊക്കെ അങ്ങനെ നടക്കുന്നതന്നെയല്ലേ നല്ലത്. എന്താ നിങ്ങളുടെ അഭിപ്രായം? അപ്പൊ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.